വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ച് മറ്റൊരു മോർണിംഗ് വാക്കിന്റെ സമയമാണ്. അപ്പോൾ ഒരു നല്ല ദിനം, നല്ല സുപ്രഭാതം നേർന്നുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് 2025 ജനുവരി 16 കൊല്ലവർഷം 1200 മകരമാസം 3-ാം തീയതി. അതെ, നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളും കവിതകളും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എനിക്കൊരു പ്രിയപ്പെട്ട ഇടമാണിത്. കുടിലിൽ നിന്നൊരു പുല്ലാങ്കുഴലാൽ നെടിയ സാമ്രാജ്യമൊന്നു നീ തീർത്തു, നിജ മനോജ്ഞമാം സ്നേഹ സാമ്രാജ്യ പ്രജകളായി ഞങ്ങൾക്കപ്പം കൊടുത്തു. ചങ്ങമ്പുഴയെ കുറിച്ച് പി ഭാസ്കരൻ മാഷ് എഴുതിയതാണ്. 2 കവികൾ അല്ലെ, മനോഹരമായ കവിത. ചങ്ങമ്പുഴ പാർക്കിലാണ് നിൽക്കുന്നത്, ഇടപ്പള്ളിയിലെ. അപ്പൊ ചേച്ചിക്ക് അത്രമേൽ പ്രിയപ്പെട്ട അതെ ഒരു കവിയുടെ അല്ലെ സ്മരണയുള്ള ഒരിടം, അല്ലെങ്കിൽ ആ പേരിലുള്ള ഒരിടം, അത്രയും സ്നേഹാർദ്രമായ ഓർമ്മകളോടെയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ കൊച്ചിയുടെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്ക്. ഒരുപാട് സാംസ്കാരിക പരിപാടികൾ എല്ലാ ദിവസവും നടക്കുന്നവരാണ്. പിന്നെ മാത്രം നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം, ഇത് ആദ്യമായിട്ടല്ല നമ്മൾ മോർണിംഗ് വാക്കിന് ഇവിടെ എത്തുന്നത്. ഇതൊരു എനിക്ക് തോന്നുന്നു 3-ാം തവണയാണ് എത്തുന്നത്. അപ്പൊ നമുക്ക് പോകെ ഇവിടുത്തെ മറ്റു കാഴ്ചകൾ. ഒരു കോയിൻസിഡൻസ് കൂടി ഉണ്ട്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കവി കുമാരനാശാന്റെ ഓർമ്മ ദിനം കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രധാന വാർത്തകൾ പറഞ്ഞ് ആദ്യം തുടങ്ങാം. യെസ്, അപ്പൊ മോർണിംഗ് വാക്ക് നമ്മൾ വളരെ ഉന്മേഷത്തോടു കൂടി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്, നടന്നു തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ വാക്ക് വേയിൽ ഒരുപാട് പേര് നടന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് വാർത്തകൾ പറഞ്ഞ് നമുക്ക് മറ്റു വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകാം അല്ലേ. ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയോടെയാണ്, വളരെ പോസിറ്റീവായ എത്രയോ നാളുകളായി നമ്മൾ എല്ലാവരും, ലോകം മുഴുവനും കാത്തിരുന്ന ആ നിമിഷം, ആ വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുന്നു. അങ്ങനെ അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾ ഫലം കണ്ടിരിക്കുന്നു. ഞായറാഴ്ച മുതൽ കരാർ നിലവിൽ വരും. ഇതോടെ 15 മാസം നീണ്ടുനിന്ന കടുത്ത യുദ്ധത്തിനാണ് ഇപ്പോൾ അറുതിയാവുന്നത്. യുഎസിന്റെ നേതൃത്വത്തിലും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലും ദോഹയിൽ മാസങ്ങളായി നടന്ന നീണ്ട ചർച്ചകളാണ് വിജയം കണ്ടത്. കരാർ US പ്രസിഡന്റ് ജോ ബൈഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഞായറാഴ്ച കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനി വ്യക്തമാക്കി. And to continue implementing these procedures and measures in accordance with the agreement. The state of Qatar will continue working jointly with its partners in order to make sure that this deal is implemented in full and that calm returns to the Gaza Strip in a sustainable manner, and we will never give up the people of Gaza. Thank you. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന 20 മുൻപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്താൻ US സമ്മർദ്ദം ചെലുത്തിയിരുന്നു. തന്റെയും ട്രംപിന്റെയും സംഘങ്ങളുടെ ഒരുമിച്ചുള്ള ശ്രമങ്ങളാണ് വെടിനിർത്തലിലേക്ക് നയിച്ചതെന്ന് ജോ ബൈഡൻ പറഞ്ഞു. ഗസ ജനതയുടെ ധീരതയുടെ വിജയമാണിതെന്ന് ഹമാസ്. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടെ ഗസയിലെങ്ങും ജനം ആഹ്ലാദ പ്രകടനം നടത്തി. നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ടത്തിന്റെ തുടക്കത്തിൽ ഹമാസിന്റെ ബന്ദികളായ 100 പേരിൽ 33 പേരെ മോചിപ്പിക്കും. പകരം ഇസ്രയേൽ ജയിലിലുള്ള 100-ലേറെ പലസ്തീൻകാരെ വിട്ടയക്കും. ഗസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറും. ആദ്യഘട്ടം തീരും മുൻപ് തന്നെ 2-ാം ഘട്ടത്തിനുള്ള ചർച്ച ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് 24. യെസ്, എന്തായാലും ആ പോസിറ്റീവ് വാർത്തയിലാണ് നമ്മൾ ഇന്നത്തെ ഈ ദിനം തുടങ്ങുന്നത്, നമ്മുടെ മോർണിംഗ് വാക്കും തുടങ്ങുന്നത്. എനിക്കൊന്ന് മെറിമേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അല്ലേ. നമ്മൾ എത്രയോ കാലമായിട്ട് കാത്തിരിക്കുന്നതാണ്. ഓരോ ദിവസവും ഓരോ പ്രാവശ്യം ചർച്ചകൾ നടക്കുന്നു. ഖത്തറും ഈജിപ്തും മധ്യസ്ഥതയിൽ, അതുപോലെ അമേരിക്ക നേതൃത്വം എടുക്കുന്നു. പലതരത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴും ആ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും അത് വന്നിരുന്നില്ല. ഇപ്പോൾ ഒടുവിൽ അത് വരുമ്പോൾ ഇനി വരുന്നത് സമാധാനത്തിന്റെ നാളുകളാണ്. മെറിൻ മേരി ചാക്കോ ചേരുന്നു. മെറിൻ, വലിയ സന്തോഷമുള്ള വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, അത്യാവശ്യം ഈ വെടിനിർത്തൽ കരാറിന്റെ അത് ഏത് രീതിയിലാണ്, 3 ഘട്ടങ്ങളിലായി എങ്ങനെയൊക്കെയാണ് നടപ്പാക്കുക, എന്ന് നിലവിൽ വരും തുടങ്ങിയ വിവരങ്ങൾ. എനിക്ക് തോന്നുന്നു എല്ലാ തവണയും ഈ ഗസ യുദ്ധത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും യുദ്ധക്കെടുതികളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ സമാധാന സന്ദേശമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സ്മിത പറഞ്ഞതുപോലെ തന്നെ ആ ചർച്ചകൾ എങ്ങനെയാണ് ഫലം കണ്ടത്?
ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് പ്രജിൻ. സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു പ്രഭാതത്തിൽ പറയാനുള്ളത്, പങ്കുവെക്കാനുള്ളത്. പ്രധാനമായും ഗസയിൽ ഒരു സമാധാന പുലരി ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുകയാണ്. 15 മാസം നീണ്ടുനിന്ന ഇസ്രായേൽ ഹമാസും തമ്മിൽ നീണ്ടുനിന്ന 15 മാസം നീണ്ട യുദ്ധത്തിനാണ് ഇപ്പോൾ വിരാമമാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു വെടിനിർത്തൽ കരാറിലൂടെ വരുന്നത്. പ്രധാനമായും വെടിനിർത്തൽ കരാർ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഖത്തറും ഈജിപ്തും നടത്തിയ മധ്യസ്ഥ ചർച്ചകളെ തുടർന്നാണ് ഇപ്പോൾ കരാർ നിലവിൽ വന്നിരിക്കുന്നത്. പ്രധാനമായും 6 ആഴ്ചത്തേക്കാണ് ഈ ഒരു വെടിനിർത്തൽ കരാർ വന്നിരിക്കുന്നത്. 42 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കരാറിൽ ബന്ദികളെ വിട്ടയക്കാനാണ് ആദ്യഘട്ടത്തിൽ. ബന്ദികളെ വിട്ടയക്കും. 33 ബന്ദികളെ ആയിരിക്കും ഹമാസ് വിട്ടയക്കുക. പകരം ഇസ്രായേലിന്റെ ജയിലുകളിലുള്ള പലസ്തീൻ തടവുകാരെ വിട്ടയക്കും. മാത്രമല്ല ഗസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള നടപടികളും ഈ ഒരു ഘട്ടത്തിലുണ്ടാകും. 600 ട്രക്കുകളിലായി മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത തന്നെയുണ്ട്. നേരത്തെ തന്നെ ഈ ഒരു ദിവസങ്ങളായി തന്നെ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്ന സൂചനകൾ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന്റെ ഉപവിദേശകാര്യമന്ത്രി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സന്തോഷകരമായ ഒരു വാർത്ത പ്രതീക്ഷിക്കാമെന്ന സൂചന നൽകിയിരുന്നു. ഈ അമേരിക്കയിൽ തന്നെ ഭരണമാറ്റം വരാനിരിക്കുകയാണ്. ഈ മാസം 20-ന് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ചുമതല ഏൽക്കുകയാണ്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു. അതിന് മുൻകൂട്ടി തന്നെയാണ് ചർച്ചകൾ സജീവമായതും. ഇപ്പോൾ ജോ ബൈഡന്റെ പ്രതികരണം വന്നിരിക്കുന്നത് തന്റെയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെയും സംഘത്തിന്റെയും കൂട്ടായ പരിശ്രമ ഫലമാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ നയതന്ത്രത്തിന്റെ വിജയമാണ് ഇത്തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഫലം കണ്ടതെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഗസയിൽ ഇപ്പോൾ ഒരു സമാധാനം അല്ലെങ്കിൽ സമാധാന പുലരി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ കരാറോടെ വന്നിരിക്കുന്നത്. 2023 നവംബറിലാണ് നേരത്തെ ആദ്യഘട്ട വെടിനിർത്തൽ വന്നത്. ആ ഒരു ഘട്ടത്തിൽ 110 ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിച്ചിരുന്നു, ഹമാസ് വിട്ടയച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ ആദ്യഘട്ടത്തിൽ തന്നെ 33 ബന്ദികളെ ആയിരിക്കും ഇപ്പോൾ ഹമാസ് വിട്ടയക്കുക. എന്തായാലും ഇപ്പോൾ 2023 ഒക്ടോബർ 7-നാണ് ഹമാസ് ഇസ്രായേലിന് മേൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം നടത്തുന്നത്. ഈ ഒരു ആക്രമണമാണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന പേരിലാണ് ഹമാസ് ഈ ഒരു ആക്രമണം നടത്തിയത്. പാരാഗ്ലൈഡറിലും എല്ലാം വന്നിറങ്ങിക്കൊണ്ട് അന്ന് അപ്രതീക്ഷിതമായ ഒരു ആക്രമണമായിരുന്നു. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന് പോലും മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ആക്രമണമാണ് നടന്നത്. ഈ ഒരു ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഓപ്പറേഷൻ അയൺ സോഡ്സ് എന്ന പേരിൽ തിരിച്ചടിച്ചു. ഈ ഒരു യുദ്ധമാണ് ഇപ്പോൾ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ട 47,000-ഓളം പേരാണ് ഇപ്പോൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത്ര പേർ കൊല്ലപ്പെട്ട ഒരു യുദ്ധമായി ഇസ്രായേൽ ഹമാസ് യുദ്ധമായി ഇത് മാറിയത്. ഇതിന് ശേഷമാണ് ഇപ്പോൾ 15 മാസങ്ങൾ പിന്നിട്ട ശേഷമാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു വെടിനിർത്തലിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഒരു സമാധാന പുലരി ഉണ്ടാകുമെന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷ എന്തായാലും ആ സമാധാനം പുലരുന്നു അവിടെ പശ്ചിമേഷ്യയിൽ. എങ്ങനെ പശ്ചിമേഷ്യ വീണ്ടും പഴയതുപോലെ ആ സമാധാനത്തിന്റെ തീരത്തേക്ക് വരട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ സമാധാനത്തിന് മാത്രമായിരിക്കട്ടെ. അതെ, മാസങ്ങളായി കാത്തിരുന്ന വാർത്തയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രഭാതത്തിൽ ഈ വാർത്ത എത്തുമ്പോൾ ലോകം മുഴുവനും സന്തോഷിക്കുന്നുണ്ടാകും. എത്ര പേരുടെ കണ്ണീരാണ്, എത്ര രക്തച്ചൊരിച്ചിലുകളുടെ ദിവസമായിരുന്നു. ഇനിയിപ്പോ വരുന്നത് സമാധാനത്തിന്റെ, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ചെയ്തു തീർക്കാനുള്ളത്. അപ്പോൾ അതിനുള്ള ഊർജ്ജം എല്ലാവർക്കും കിട്ടും. ഒരുപാട് കുട്ടികളുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കാരണം യുദ്ധക്കിടത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചത് അവിടുത്തെ കുട്ടികളാണ്. അത് കാര്യം പറയാതെ വയ്യ. എന്തായാലും അതിലെല്ലാം തന്നെ ഒരു തീരുമാനം ഉണ്ടാവുന്നു എന്നത് സന്തോഷം നൽകുന്ന കാര്യം. നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് വരാം. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞ 2-3 ദിവസമായി ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, ഈ സമാധി കല്ലറയുമായി ബന്ധപ്പെട്ട വിവാദം. അതിൽ നിർണായകമായ ഒരു ദിനമാണ് ഇന്ന് എന്ന് പറയാതെ വയ്യ. ആ വാർത്തയുടെ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി കല്ലറ ഇന്ന് പൊളിച്ചു പരിശോധിക്കും. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് കല്ലറ പൊളിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ആയിരിക്കും നടപടികൾ ഉണ്ടാവുക. കല്ലറയുടെ 200 മീറ്റർ പരിധിയിൽ പൊതുജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും എന്ന വാർത്ത കൂടി പുറത്തുവരുന്നു. വിവാദ സമാധി കല്ലറ പൊളിക്കുന്നതിലെ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ മലക്കം മറിഞ്ഞ് ഹിന്ദു ഐക്യവേദി സമാധി പൊളിച്ച് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തണം എന്നും സമാധി തുറക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെ ഹിന്ദു ഐക്യവേദി എതിർക്കില്ല എന്നുമാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കി.
സജോ ദേവസ്യം ഷഫീദ് റാവുത്തറുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഷഫീദിലേക്ക് പോകുന്നു. ഷഫീദ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ കോടതി കൃത്യമായി ഇടപെട്ടൊരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ്. വലിയ വിവാദമായതാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ പ്രേക്ഷകർ ലോകമെമ്പാടുമുള്ള ആൾക്കാർ കണ്ടതാണ്. വലിയ വിവാദം. ഒരു കല്ലറ പൊളിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ പോലീസിന് മടങ്ങേണ്ടി വരുന്നു. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക വരുന്നു. അപ്പൊ എല്ലാം അവസാനിക്കുന്നു എന്ന് പറയാം. ഇന്നിപ്പോൾ ഈ പരിശോധന, അത് കല്ലറ പൊളിച്ചുകൊണ്ടുള്ള പരിശോധന, അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്? ഒപ്പം ഹിന്ദു ഐക്യവേദിയുടെ ഈ നിലപാട് മാറ്റം അത് എങ്ങനെ കൂട്ടി വായിക്കണം ഷഫീദ്? സ്മിത മോർണിംഗ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചക്കാലമായി കേരളത്തിലാകെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഈ സമാധി വിവാദം. ഇപ്പോൾ അതിന്റെ ഏതാണ്ട് ഒരു ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഹൈക്കോടതി ഇടപെടലിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു VP ആണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ പോലീസ് ഈ സമാധി മണ്ഡപം അത് പൊളിച്ചുകൊണ്ട് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് മറ്റു നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞത്. വലിയ ക്രമസമാധാന പ്രശ്നം കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപ് ഇതേ സ്ഥലത്ത് തന്നെ ഈ കല്ലറ പൊളിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ പോലീസ് വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി പ്രവർത്തകരോ അതല്ലെങ്കിൽ അന്ന് പ്രതിഷേധിച്ച ആളുകളോ നിലവിൽ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തില്ല. പക്ഷേ അവർ വരുമോ എന്നുള്ള കാര്യം അതും തർക്കമാണ്. ഇപ്പോൾ നമുക്കറിയാം, അതായത് ഒരു പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാകില്ല. ഈ കല്ലറയിലാണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഉണ്ട് എന്ന് മക്കൾ പറയുന്നത്. ഇത് പൊളിച്ചിട്ടാണ് മറ്റ് നടപടികൾ, ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ നടത്തുന്നത്. ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഇതിലേക്ക് വഴിവെച്ചത്. ഈ മരിച്ചെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ളതായിരുന്നു ആ ചോദ്യം. ആ ചോദ്യത്തിൽ നിന്നാണ് പിന്നീട് പോലീസും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഇങ്ങനെയുള്ള വളരെ പെട്ടെന്നുള്ള നീക്കത്തിലേക്ക് കടന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ഇവിടെ സമാധിയാകാൻ വേണ്ടി കല്ലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് നേരത്തെ ഗോപൻ സ്വാമി ഇക്കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതായിരുന്നു മക്കൾ പോലീസിന് നൽകിയ മൊഴി. പോലീസ് നടപടിയിലേക്ക് കടക്കും. ഇന്ന് തന്നെ ഈ കല്ലറ പൊളിച്ച് ആ നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഹൈക്കോടതി ഇന്നലെ ചോദിച്ച മറ്റു ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിൽ പ്രത്യേകിച്ച് മറ്റെന്ത് പ്രോസസ്സിനാണെങ്കിലും ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പുറത്ത് ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യ അടക്കമുള്ള ആളുകളുണ്ട്. അവർ കഴിഞ്ഞ പ്രാവശ്യം പോലീസ് ഇതേപോലെ ഇവിടേക്ക് എത്തുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും അതിനുശേഷം ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടി വരികയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോൾ കൂടുതൽ എളുപ്പമായിരിക്കുന്നു. കാരണം ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ രീതിയിലുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ സജോ ദേവസ്യം കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സജോ, ഇത് ഈ വളരെ കുഴപ്പം പിടിച്ച, അല്ലെങ്കിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു കേസാണ്. അതിൽ ക്ലൈമാക്സിലേക്ക് എത്തുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങി ഇപ്പോൾ ഈ ദിവസം കല്ലറ പൊളിക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് സജ്ജമായി എത്തുന്നു. കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടാകും. എന്തായിരിക്കും അവരെ തടയാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കും? എനിക്ക് തോന്നുന്നു ആവശ്യമായ മുൻകരുതലെല്ലാം പോലീസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. കൂടുതൽ പോലീസ് ഫോഴ്സിനെ ഇങ്ങോട്ടേക്ക് വിന്യസിക്കുന്നുണ്ട്. പുറം പ്രദേശം നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്വഭാവം പരിശോധിച്ച് നേരത്തെ വലിയ വൈകാരിക പ്രതിഷേധം കണ്ടിരുന്നു. പക്ഷെ പരിപൂർണ്ണ ഒരുക്കമാണ്. നമുക്കിവിടെ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാം. ആവശ്യമായ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഹിന്ദു ഐക്യവേദി അവരുടെ നിലപാട് കുറച്ചുകൂടി വ്യത്യസ്തമായി സ്വീകരിച്ചു. നേരത്തെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഹിന്ദു ഐക്യവേദി ഉണ്ടായിരുന്നു. സമാധിയാണ്, അത് ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വം കുറച്ചുകൂടി വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അതിൽ നിയമപരമായി കോടതിയുടെ ഇടപെടൽ കൂടിയുണ്ട്. ഇനി കേസ് പരിഗണിക്കുമ്പോൾ തലസ്ഥിതി റിപ്പോർട്ട് കൊടുക്കണം. എന്താണ് പോലീസ് ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതിലൊരു ദുരൂഹതയുണ്ട്, അത് നീക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത്? അത് കൊലപാതകമാണോ, അതല്ല അതിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലീസിന്റെ പരിശോധന. നമ്മളിപ്പോൾ ഏതായാലും ഒരു മുൻവിധിയോടുകൂടി നിലപാടിലേക്ക് പോകുന്നില്ല. പക്ഷേ മകൻ തന്നെ വ്യക്തമായി പറഞ്ഞതാണ്. അതായത് വ്യാഴാഴ്ച ദിവസം അങ്ങനെ പോകുന്നു, അവിടെ നടന്നുപോയാണ് പത്മപീഠം എന്നവർ വിളിക്കുന്ന ഋഷിപീഠം, അല്ലെങ്കിൽ ആ സ്ഥലത്ത് കൊണ്ട് ഇരുത്തുന്നു. അതിനുശേഷം സമാധി ഇരുത്തിയതാണ്. അങ്ങനെയെങ്കിൽ മരിക്കുന്നതിന് മുൻപാണോ? ഇതടക്കമുള്ള ദുരൂഹതകളുണ്ട്. അതിൽ എഫ്ഐആറിന്റെ സ്വഭാവം മാറും ഉറപ്പായും. അതായത് ഇക്കാര്യത്തിൽ നമ്മൾ ഒരു കൊലപാതക സാധ്യത എന്ന സംശയമാണ്. ഉറപ്പായും ഇപ്പോൾ നമുക്ക് അങ്ങനെയാണ് പറയാൻ കഴിയുക. അങ്ങനെ ഒരു സംശയം കൃത്യമായി അവിടെ നിലനിൽക്കുന്നു. അത് നീക്കണം, ആ ദുരൂഹത നീക്കണം. ഇപ്പോൾ തന്നെ ഫോറൻസിക് സംഘം അടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഫോഴ്സ് വരുന്നു. ഇവിടെ തന്നെ പ്രാഥമിക പരിശോധനയിലേക്ക് പോകും, ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വാട്ടർ കണക്ഷൻ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ, ചുറ്റും പുറത്തേക്ക് ബാരിക്കേഡ്, ഒരു 1/2 കിലോമീറ്റർ അകലെ ആളുകളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടാതിരിക്കുക. അങ്ങനെ കൂടുതൽ പ്രതിഷേധങ്ങളൊന്നും ഇല്ലാതെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് പോലീസ് അത് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നീട് കുടുംബമാണ്. അപ്പോൾ കൂടുതൽ ഫോഴ്സിനെ ഉപയോഗിച്ച് ആ വൈകാരിക പ്രതിഷേധങ്ങളെ തടയാനുള്ള ശ്രമവും കൂടി പോലീസിന്റെ ഭാഗത്തുണ്ട്. വ്യത്യസ്തമായ ചില പ്രതികരണങ്ങളൊക്കെ ഇന്നലെ മകന്റെ ഭാഗത്ത് നിന്ന് പെട്ടു. അച്ഛൻ മരണപ്പെട്ടതല്ല, സമാധിയായതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും അത്തരം ഡ്രാമ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഡ്രാമയ്ക്കുള്ള സാധ്യതയെല്ലാം ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അവർ പറയുന്നുണ്ട്, ഒരു തരത്തിലും ഈ കല്ലറ
സമാധി സ്ഥലം എന്നവർ വിളിക്കുന്ന ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. മക്കൾ ഒപ്പം ഗോപൻ സ്വാമിയുടെ ഭാര്യയും ഉൾപ്പെടെ ആ നിലപാട് കർശനമായി തന്നെ സ്വീകരിച്ചിരുന്നു. അത് പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അത്തരം വൈകാരിക സാഹചര്യങ്ങളൊക്കെ നേരിടാനുള്ള മുന്നൊരുക്കമുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന്, അതിനുവേണ്ടി ഒരു പ്ലാൻ അവരുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതുന്നു. ഏതായാലും സജോ അക്കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി നൽകിയിട്ടുണ്ട്. കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ക്ലൈമാക്സ് കഴിയുമ്പോൾ ഈ എഫ്ഐആറിന്റെ സ്വഭാവം, നിലവിൽ ഇപ്പോൾ മിസ്സിംഗ് കേസാണ് എടുത്തിരിക്കുന്നത്, അത് മറ്റേതെങ്കിലും സ്വഭാവത്തിലെ ഒരു കേസായി മാറുമോ എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള കാര്യം. മാത്രമല്ല ഇനി ഈ വിഷയത്തിൽ ഇന്ന് വൈകാരിക പ്രതിഷേധത്തിലേക്ക് കുടുംബം കടക്കുമോ? കാരണം കഴിഞ്ഞ ദിവസം ഈ സമാധിപീഠത്തിന് മുൻപിലേക്കൊക്കെ വീണ് കിടന്ന് പ്രതിഷേധിക്കുന്ന ഗോപൻ സ്വാമിയുടെ ഭാര്യ, മക്കൾ, മരുമകളടക്കം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം നീക്കത്തിലേക്ക് കടന്നാൽ പോലീസ് സ്വാഭാവികമായും അത് നിയന്ത്രിക്കാനുള്ള, അല്ലെങ്കിൽ തന്നെ തടയാനുള്ള മുൻകരുതലടക്കമുള്ള കാര്യങ്ങൾ നടത്തും. പോലീസിനെ സംബന്ധിച്ച് മുൻപ് സജോ പറഞ്ഞതുപോലെ തന്നെ തൽസ്ഥിതി റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കണം. അതുകൊണ്ട് തന്നെ നിയമ നടപടി പൂർത്തിയാക്കണം. മിസ്സിംഗ് കേസാണ് നിലവിലെടുത്തിരിക്കുന്നത്. മിസ്സിംഗ് കേസിൽ അന്വേഷണം നടത്തി ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു, ഗോപൻ സ്വാമി മരിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഉറപ്പായും ഇൻക്വസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. അത് വൈകാരികമായ പ്രശ്നമാണെങ്കിൽ കൂടി കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചത് അവർക്ക് തന്നെ, അതായത് കുടുംബത്തിന് തന്നെ ഒരാവശ്യമായി മാറും പിന്നീട് ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി മരണമെന്ന് കരുതി അക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണം. ഈ ഭാര്യ സുലോചന, ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചനയുടെ ഹർജി അല്ലെങ്കിൽ ഇത് തടയണമെന്നുള്ള കാര്യം, അന്വേഷണം തടയണമെന്നുള്ള കാര്യം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടായിരുന്നു കോടതി ഇതുമായി ബന്ധപ്പെട്ട് എടുത്തത്. ഏതായാലും നെയ്യാറ്റിൻകര പോലീസ് ഇതിനോടകം തന്നെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘം എത്തിയിട്ടുണ്ട്. അല്പസമയത്തുള്ള ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം ഈ വെളിച്ചം വീണ് കഴിഞ്ഞാലുടൻ കല്ലറ പൊളിച്ചേക്കും. കൂടുതൽ വൈകാരികമായ സംഭവങ്ങളിലേക്കൊന്നും പോകാതെ ഈ കല്ലറ പൊളിച്ച് ഇൻക്വസ്റ്റ് അടക്കമുള്ള പ്രാഥമിക പരിശോധനാ നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. ഷഫീദ്, ഈ വാർത്ത ആദ്യം പുറത്തു വന്ന ദിവസം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്ന് തൊട്ട് തുടക്കം തൊട്ട് ദുരൂഹതകളാണ്. മക്കളുടെ തന്നെ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടാകുന്നു. ഒരാൾ പറയുന്നു സമാധി ആയതാണ്, മറ്റൊരാൾ പറയുന്നു കുളിപ്പിച്ച് പിന്നീട് സമാധി ആക്കിയതാണെന്ന് പറയുന്നു. അങ്ങനെ ആ സമയം മുതൽ ഇതിൽ ദുരൂഹത തുടങ്ങുന്നുണ്ട്. പിന്നീട് ഒരു പോസ്റ്റർ വരുന്നു. ആ പോസ്റ്ററിലാണ് ഏറ്റവും ആദ്യം നാട്ടുകാർ അറിയുന്നത് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ മൃതദേഹം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതാവുന്നു. അതോടുകൂടി ഈ വിവാദം, നെയ്യാറ്റിൻകരയിൽ വിവാദം പിന്നെ ചൂടുപിടിച്ച് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പ്രതികരണങ്ങളിൽ ഈ മക്കൾ നടത്തിയ പ്രതികരണം അത് പരസ്പര വിരുദ്ധമാണെങ്കിൽ കൂടി പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ കൂടി അതിലൊരു കാര്യം പറഞ്ഞു, ഹിന്ദു ഐക്യവേദി, ഹിന്ദു സംഘടനകൾ എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതെ, മൈക്ക് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം അനുസരിച്ചാണ് കാര്യങ്ങൾ കൊണ്ടുപോകുക. ഇതിപ്പോ അവരെ പിന്നോട്ട് പോകുന്നു. അപ്പം എന്തായാലും കോടതി എന്ത് പറയുന്നു, മാത്രമല്ല രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നിലപാടുകളിലേക്ക് ഹിന്ദു ഐക്യവേദിയും വരുന്നുണ്ട്. അപ്പോൾ തുടക്കം തൊട്ട് ഇത് ഈ വിവാദമായ വഴികളിലേക്ക് എങ്ങനെയാണ് നമുക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുക ഷഫീദ്? ഇക്കാര്യത്തിൽ ഈ വിവരം, അതായത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആറാലമൂട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നുള്ള വാർത്ത അത് പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ കുടുംബത്തിന്റെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നതും. അതായത് അതിൽ മകൻ പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടി സമാധിയാകണം എന്നുള്ള കാര്യം അച്ഛൻ പറയുകയും ഈ സമാധി പീഠത്തിൽ ഇപ്പോൾ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം പ്രജിൻ, നടപടികൾ അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്മിത, പ്രജിൻ ഈ വിഷയത്തിൽ നടപടിയിലേക്ക് കടക്കുന്നു. ഏറെ വിവാദമായ ഒരുപക്ഷെ വിശ്വാസം, അന്ധവിശ്വാസം, ആചാരം അതടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയിലേക്ക് വഴിവെച്ച, അതിനൊക്കെ അപ്പുറത്തേക്ക് വൈകാരികമായ ചില പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ട ഈ കോടതി വ്യവഹാരങ്ങളിലേക്കൊക്കെ കടന്നൊരു വിഷയം. ആ വിഷയത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ സമാധി മണ്ഡപം അത് പോലീസ് മറച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് തന്നെയാണ്. ഈ ഉടൻ തന്നെ ആ നടപടിയിലേക്ക് കടക്കുന്നു. സജോ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സജോ, ഇതിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ മകന്റെ ആദ്യ മൊഴിപ്രകാരം അവർ പറഞ്ഞിരുന്നൊരു കാര്യം, ഈ 11 മണി, രാവിലെ 11 മണിക്ക് ഇത് വരുന്നു, പിറ്റേ ദിവസം പുലർച്ചെ വരെ നീണ്ടുനിന്ന പൂജ. അതിനുശേഷം ഇന്നലെയൊക്കെ പോലീസിന്റെ അന്വേഷണം നടത്തിയത് ഈ നോട്ടീസ് അപ്പോൾ പ്രിന്റ് ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിന്റെ ഒരു വരവിൽ തികച്ചും അസ്വാഭാവികതയുണ്ട്. അപ്പോൾ ഈ അസ്വാഭാവികത അടക്കമുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെ പോലീസ് അന്വേഷണത്തിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, മൃതദേഹം എന്ന് നമ്മൾ കരുതുന്നു പുറത്തേക്ക് എടുത്ത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പോകണം. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ കാര്യങ്ങളിൽ വ്യക്തത വരും. അതിനുമപ്പുറത്തേക്ക് ഇതൊരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ടോ, പ്ലാനിംഗ് ഉണ്ടായിട്ടുണ്ടോ, എപ്പോഴാണ് ഈ നോട്ടീസ് പ്രിന്റ് ചെയ്തത്, ഈ നോട്ടീസ് പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ പോസ്റ്റർ പ്രിന്റ് ചെയ്ത് പരിസരത്ത് ഒട്ടിക്കുമ്പോഴാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. അതിനുശേഷമാണ് വിശ്വംഭരൻ അടക്കമുള്ള ആളുകൾ പോലീസിൽ വിളിച്ചറിയിക്കുകയും അതൊരു പരാതിയായി പോവുകയും നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എപ്പോഴാണ് ഈ നോട്ടീസ് തയ്യാറാക്കിയത്, ഈ സമാധി അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം പോയി നോട്ടീസ് അടിച്ചതാണോ, ആ കാര്യങ്ങളിൽ അവിടെ
പ്രസ് അല്ലെങ്കിൽ ആ പ്രിന്റേഴ്സിന്റെ അടുത്ത് പോയി പോലീസ് മൊഴി ശേഖരിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത ഇപ്പോൾ തന്നെ വരുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് നേരത്തെ തന്നെ ഇത് പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, നേരത്തെ അവർ കുടുംബം തന്നെ പറയുന്നു നേരത്തെ ഈ ദിവസം തിരഞ്ഞെടുത്തതിന് ആചാരപരമായ ചില പ്രത്യേകതകളുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഏതായാലും ഇക്കാര്യത്തിൽ ഒരു ക്രൈം എന്നൊരു കാര്യമുണ്ട്. അങ്ങനെ പോലീസിനെ സംബന്ധിച്ചൊരു സംശയം. ഉറപ്പായും അതാണല്ലോ ഇത്തരം പരിശോധനകളിലേക്ക് കടക്കുന്നതിനൊരു കാരണം. ഒരു ക്രൈം നടന്നിട്ടുണ്ടോ, അതായത് ഇത് സമാധി എന്ന് പറയുമ്പോൾ പോലും അതിൽ ഇങ്ങനെ ഒരു ദിവസം ഏതാണെന്ന് മാത്രമാണ് അറിയുന്നത്. മിസ്സിംഗ് കേസാണോ അതോ ഇനി മർഡർ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു? കൊലപാതക സാധ്യതയാണോ, അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമാകുമ്പോൾ തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരും. അതിന് ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ശാസ്ത്രീയമായ പ്രതിസന്ധികളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി അതിനുശേഷം സാമ്പിളുകൾ, ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ. പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ സമാധി എന്ന് പറയുന്നു, അത് സ്വാഭാവിക മരണം ആണെങ്കിൽ അതിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്. അസ്വാഭാവിക മരണമാകുമ്പോൾ അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇത് ഈ പറയുന്നതെല്ലാം കള്ളമാണോ സത്യമാണോ നമുക്കറിയില്ല. ഈ ആൾക്കാർ എന്താണ് ഈ കല്ലറ പൊളിച്ച് കഴിയുമ്പോഴാണ് അതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ നടപടികളിലേക്ക് ഇപ്പോൾ തന്നെ ഈ പോലീസ് കടക്കുന്നു. ഇപ്പം സ്ഥലമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. അവിടെ എത്തിയ പോലീസ് സംഘം, ഫോറൻസിക് സംഘം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ സമാധി പൊളിക്കാനുള്ള ഒരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. അടുത്ത ഏത് നിമിഷം വേണമെങ്കിലും അത് പൊളിച്ചു തുടങ്ങുമെന്നാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തറും സജു ദേവസിയും അവിടെ അതിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ വരുന്ന മണിക്കൂറുകളൊക്കെ വളരെ സുപ്രധാനമാണ്. ഓരോ മണിക്കൂറുകളിലും ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മൾ തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 23 മിനിറ്റ്, 6:23 ആവുന്നു. നമുക്ക് അടുത്ത വാർത്തകളിലേക്ക് പോകണം. അപ്പം ഒരു ചെറിയ ഇടവേളയും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നൊക്കെയുള്ള കുഞ്ഞിന്റെ വാർത്തയാണ്. കുഞ്ഞിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. മനീഷ് മഹിപാൽ നമുക്കൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. കുഞ്ഞിനെ വിദഗ്ധ ഡോക്ടേഴ്സ് സംഘം പരിശോധിച്ചു എന്ന വാർത്ത കൂടിയുണ്ട്. ഇന്നലെ രാവിലെയോടെയാണ് അതീവ ഗുരുതരാവസ്ഥയിൽ അണുബാധയേറ്റ നിലയിൽ കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. കഴിഞ്ഞ നവംബർ 8-നാണ് അസാധാരണ വൈകല്യത്തോടെ അനീഷ് സുറുമി ദമ്പതികൾക്ക് കുഞ്ഞു പിറന്നത്. സ്വകാര്യ ലാബുകളിലെല്ലാം തന്നെ നടത്തിയ പരിശോധനകളിൽ ഒന്നിലും കുഞ്ഞിന്റെ വൈകല്യം വ്യക്തമായിരുന്നില്ല. 2 ആഴ്ചകൾക്ക് മുൻപ് സർക്കാർ കുഞ്ഞിന് സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആശുപത്രിയിൽ നിന്ന് കൃത്യമായ ചികിത്സ ലഭിച്ചില്ല എന്നും ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വ്യക്തതയില്ല എന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. നമ്മള് പറയുന്ന പോലെ രാവിലെ തുടങ്ങി ആദ്യം ഒരു നല്ല വാർത്ത വന്നു, ഗസയിലെ വെടിനിർത്തൽ. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മൾ അത്ര സുഖകരമല്ലാത്ത വാർത്തകൾ തന്നെയാണ്. ദുഃഖകരമായ വാർത്തകൾ പങ്കുവയ്ക്കുമ്പോൾ, പ്രഭാതത്തിൽ തന്നെ പങ്കുവയ്ക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ വലിയ വാർത്തകൾ വരുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാതെയും വയ്യ. ഇനി പോകുന്നതും അത്തരത്തിലൊരു വാർത്തയിലേക്ക് തന്നെയാണ്. മലപ്പുറത്തേക്കാണ് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയുടെ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് നോക്കാം. മലപ്പുറം മൂത്തയിടത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീ സരോജിനിയുടെ സംസ്കാരം ഇന്ന് നടക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇന്നലെ രാത്രി തന്നെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. സമീർ ബിൻ കരീമാണ് ചേരുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സമീർ, വല്ലാതെ വേദനിപ്പിച്ച ഒരു വാർത്ത. ഇന്നിപ്പോൾ സംസ്കാരം അത് എപ്പോഴായിരിക്കും? നമ്മൾ കണ്ടതാണ്, വലിയ പ്രതിഷേധമൊക്കെ തന്നെ നടക്കുന്നു. അവരുടെ കൂടെ പോയിരുന്നവരുടെ സങ്കടം നമ്മൾ കണ്ടു. അവർ ഒരു കണക്കിൽ രക്ഷപ്പെട്ടു പോരുമ്പോൾ കൂടെയുള്ളയാളിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ദുഃഖവും സങ്കടമൊക്കെ കണ്ടതാണ്. ഇന്നിപ്പോൾ എപ്പോഴാണ് സംസ്കാരം ഉണ്ടാവുക? കൂടുതൽ വിവരങ്ങൾ എന്താണ്? സ്മിത, പ്രജിൻ, ഇന്ന് രാവിലെ 9 മണിയോട് കൂടെയാണ് ഈ സംസ്കാരം എന്നുള്ളതാണ്. ഉച്ചക്കുളം പൊതുശ്മശാനത്തിലായിരിക്കും സരസ്വതിയെ സംസ്കരിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. നിലവിൽ സരസ്വതിയുടെ മൃതദേഹമുള്ളത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇന്നലെ രാത്രിയിൽ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിരുന്നു. പിന്നീട് രാത്രിയിൽ ഈ വീട്ടിൽ വെക്കുന്നതിന്റെ അസൗകര്യം കണക്കിലെടുത്താണ് കുടുംബം ഈ രാവിലെയോട് കൂടി മൃതദേഹം തിരിച്ചു തന്നാൽ മതി എന്നുള്ള കാര്യം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോട് കൂടെ തന്നെ ഈ ഉച്ചക്കോളം പൊതു ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. അതോടൊപ്പം തന്നെ ഈ കാട്ടാനാക്രമണത്തിൽ അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് ആരോപിച്ചുകൊണ്ട് SDPI ഇന്ന് നിലമ്പൂരിൽ ഹർത്താലും ആചരിക്കുന്നുണ്ട്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഈ ഹർത്താൽ നടക്കുന്നത്. ഏതായാലും
ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് 1 മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ഏതായാലും ഇന്നലെ രാവിലെ ഏതാണ്ട് 11 മണിയോട് കൂടെയാണ് ഈ ഉച്ചക്കുളം ആദിവാസി ഊരിലെ സരസ്വതി എന്ന് പറയുന്ന യുവതി ഉൾക്കാട്ടിൽ വെച്ച് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധത്തിനാണ് ആ നാട് അരങ്ങേറിയത്. പ്രത്യേകിച്ച് അധികൃതർ കൃത്യമായ നടപടി സ്വീകരിക്കാത്തതാണ്, അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിനുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാത്തതാണ് ഈ കാട്ടാനാക്രമണത്തിന് കാരണമെന്നുള്ളതായിരുന്നു ആളുകൾ ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് സബ് കളക്ടർ നടത്തിയ ചർച്ചക്കൊടുവിലാണ് എല്ലാം ശാന്തമായി മാറിയത്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. അതെ. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി ഈ വിഷയം പറയുകയും ചെയ്തിരുന്നു. ഓരോ ദിവസവും ഇങ്ങനെ ഓരോരുത്തർ കൊല്ലപ്പെടുമ്പോൾ വേദന കൂടുന്നു, പക്ഷേ ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചങ്ങമ്പുഴ പാർക്കിലാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മനസ്വിനീല വരികളാണ്. പല പല രമണികൾ വന്നു വന്നവർ, പണമെന്നൂതി നടുങ്ങി ഞാൻ. പല പല കമനികൾ വന്നു വന്നവർ, പദവികൾ വാഴ്ത്തി നടുങ്ങി ഞാൻ. കിന്നര കന്യക പോലെ ചിരിച്ചൻ മുന്നിൽ വിളങ്ങിയ തീ മാത്രം. എന്നോടരുളി എനിക്കവിടുത്തെ പൊന്നോടക്കുഴൽ മതിയല്ലോ. അങ്ങനെ അങ്ങനെ അത് ചൊല്ലി കഴിഞ്ഞാൽ നിൽക്കില്ല, പ്രേക്ഷകർ ഓടിക്കും. അത് എന്താണ് പറയാ, ചങ്ങമ്പുഴ പാർക്കിൽ വന്ന് ചങ്ങമ്പുഴയുടെ കവിതകൾ ചൊല്ലുമ്പോൾ ഒരു കുഴപ്പമില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇവിടെ നിൽക്കുമ്പോൾ. സന്തോഷവും അത് ചേച്ചിയുടെ മുഖത്ത് കാണാം എനിക്ക് ഇവിടെ നിന്ന്.